ഞാൻ പറയായിരുന്നു, ആ ശബ്ദം അച്ഛന്റെ തന്നെ. ഇംഗ്ലണ്ടിൽ പോയി നിയമം പഠിച്ചു വന്ന് വിറപ്പിച്ച സിംഹം അല്ലായിരുന്നു, ജില്ലാ ജഡ്ജിയായി പെൻഷൻ പറ്റിയ ആള്. എല്ലാ ഐശ്വര്യവും ഏലക്കരദേവൻ കൊടുത്താന്നാ പറയുക. ഈ ഭൂമി മലയാളത്തിൽ എവിടെ ചെന്നാലും ഏലക്കരക്കാർക്ക് നെഞ്ചുയർത്തി പറയാറുന്നു ഞാൻ മാധവന്റെ നാട്ടുകാരനാണെന്ന്. ഇന്ന് നീലകണ്ഠന്റെ നാട്ടുകാരനാന്ന് പറഞ്ഞ ആട്ടും ചിലപ്പോ നല്ല തല്ലും കിട്ടിയെന്ന് വരും അല്ലേ? ഈ പാട്ടുപുര ഇങ്ങനെ കിടക്കണത് വളരെ സങ്കടമുള്ളൊരു കാര്യമാണ്. സത്യത്തിൽ ഇത് പറയാനാ ഞങ്ങളിവിടെ കാത്തു നിന്നത്. കുട്ടിയുടെ അച്ഛന്റെ കാലത്ത് എത്രയെത്ര മഹാന്മാരോട് വന്നു പോയിട്ടുള്ളതാ. എല്ലാ മാസവും പാട്ടും നൃത്തവും കഥകളിയൊക്കെ ആയിട്ട് ഏലക്കര ശിവക്ഷേത്രത്തിലെ പാട്ടുപുര അത്രയ്ക്ക് പ്രസിദ്ധമായിരുന്നു. ഇതൊന്ന് നേരെയാക്കി എടുക്കാൻ അമ്പല കമ്മിറ്റിക്കാര് വിചാരിച്ച കൂട്ടിയാ കൂടില്ല. നീലം തന്നെ ചെയ്യാം. വാരായിട്ട് ആലോചിച്ച് ഉടനെ വേണ്ട ചെയ്യാം. പിന്നെ അമ്മ പാടിയിട്ടുണ്ട് ഇവിടെ. കച്ചേരിന്ന് കേട്ടപ്പോ ഒഴിയാൻ ഒരുപാട് നോക്കി, അച്ഛൻ വിട്ടില്ല. അന്ന് കൊച്ചു കുട്ടിയാ. അമ്മയെ പോയി കാണാറില്ല അല്ലേ? മംഗലശ്ശേരിക്ക് വരില്ല എന്ന് വായിച്ചു തന്നെയാ. ജീവിതത്തിൽ അവര് തല ഉനിച്ചു നിന്നിട്ടുള്ളത് അവരുടെ ഭർത്താവ് മംഗലശ്ശേരി മാധവമേനോന്റെ മുന്നിൽ മാത്രം എന്ന് കരുതി മൂപ്പരുടെ തൃപ്പുത്രന്റെ താളത്തിനൊത്ത് തുള്ളാൻ അവരെ കിട്ടുമെന്ന് കരുതണ്ട. വേണ്ട. പക്ഷെ മംഗലശ്ശേരി മാധവമേനോന്റെ തൃപ്പുത്രനുമുണ്ട് ചില വാശികളൊക്കെ. ഇത്രയും കാലമായിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ ഇനി ഞാൻ പോയി വിളിക്കുന്ന ആരും കരുതണ്ട. വരില്ല. ഇത്തിരി വേദനിച്ചിട്ടാണ് സ്വന്തം വീട്ടിലേക്ക് ഇറങ്ങിപ്പോയത്. എന്ത് വേദനിച്ചു താൻ ഈ പറയണേ? ഞാൻ വിസ്തരിക്കണോ? താൻ ഛർദിക്കേ. കള്ളുകുടിയും പെണ്ണുപിടുത്തവും പിന്നെ നാടൊട്ടുക്ക് ചട്ടം പിത്തരവും അങ്ങനെ നടക്കുമ്പോ പല കുറി വിളിച്ചുപദേശിച്ചില്ലേ? നിർത്തിയോ? ഒടുക്ക ഇവിടത്തെ പത്തായപ്പുരയില് കണ്ടമാനം നടക്കുന്ന പെണ്ണുങ്ങളെ രാത്രി കൊണ്ടുവന്ന് കേറ്റാൻ തുടങ്ങിയില്ലേ? ചന്ദ്രാലയം സുഭദ്രാമ എന്നൊരു അറുവാണി ഞാൻ പറയണില്ല. എന്നെ നീലകണ്ഠ കല്യാണം കഴിക്കാൻ പോണെന്ന് നാടൊട്ടുക്കെ പറഞ്ഞ് നാറ്റിച്ചില്ലേ? അത്രയായപ്പോഴല്ലേ അമ്മ പടി ഇറങ്ങിപ്പോയത്. അതെ, എല്ലാം ശരിയാണ്. പക്ഷെ പറയുമ്പോ എല്ലാം പറയണം. അന്ന് അമ്മ ഇറങ്ങിപ്പോയതിന്റെ അന്ന് തൊട്ട് നിർത്തിയില്ലേ എല്ലാം. പിന്നെ താൻ കണ്ടിട്ടുണ്ടോ പെണ്ണുങ്ങളുമായിട്ടുള്ള ഇടപാട്? ഈ പറയണ സുഭദ്ര വർണ്ണ വഴിക്കെതിരെ പോലും ഞാൻ പോയിട്ടുണ്ടോ? ഉണ്ടോണോ? എന്താ തന്റെ നാക്കിറങ്ങിപ്പോയോ? നാക്കല്ല, ഈ ഉടൻ ഒന്നായിട്ട് അങ്ങ് പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോണേന്നാ ഇപ്പൊ എന്റെ പ്രാർത്ഥന. അതൊരു ദിവസം ഞാൻ തന്നെ ചവിട്ടി താഴ്ത്തും. ഓ നീല, തിരിച്ചു വരുമോ ഇല്ലയോ എന്നുള്ളതല്ല, ഒന്ന് പോയി കാണണം. നല്ല സുഖമില്ലാതെ കിടപ്പിലാണെന്നല്ലേ കേട്ടത്? സുഖമില്ലെങ്കിൽ അവിടെ ആംഗ്ലമാര് തമ്പുരാക്കന്മാരുണ്ടല്ലോ നോക്കാൻ, ഏഭ്യന്മാര്. അവറ്റയുടെ മുഖം കാണുമ്പോ തുടങ്ങും എനിക്ക് പേര് വരില്ലെന്ന് അങ്ങോട്ട് അരിച്ചു കയറാൻ. അമ്പിനും ബില്ലിനും അടുക്കില്ല എന്ന് പറഞ്ഞ ഞാൻ എന്താ ചെയ്യാ? താനൊന്നും ചെയ്യണ്ട. പറയണത് അങ്ങോട്ട് കേട്ടാ മതി. എനിക്ക് കുറച്ച് കാശ് വേണമല്ലോ. ഇത്തിരി താമസം ഉണ്ടല്ലോ. മഷി ഉണങ്ങാൻ വടക്കേപ്പുറത്ത് വെയിലത്തിട്ടിരിക്കുക. ഈയിടെ ആയിട്ട് തന്റെ ഹ്യൂമർ സെൻസ് ഇത്തിരി മെച്ചപ്പെട്ടിട്ടുണ്ട്. താങ്ക് യു. ഒന്ന് പറഞ്ഞിട്ട് പോന്നില്ല. പാട്ടുപേരുടെ പണി എന്ന് പറയുമ്പോ ആശാരിമാരെ ഏൽപ്പിക്കണ്ടേ? അടിയോടിയുമായി ആലോചിച്ച് വേണ്ട ചെയ്യൂ. താൻ ഏതെങ്കിലും മരങ്ങോടൻ ആശാരിയെ വിളിച്ചേൽപ്പിച്ചാൽ ശരിയാവില്ല. കുളിമുറി ഉണ്ടാക്കുകയല്ല. ഉവ്വ്. അപ്പൊ ബഡ്ജറ്റ് എങ്ങനെയാ? ബാങ്കിലൊന്നുമില്ല. അതാ ഞാൻ മലയാളത്തിൽ തന്നോട് പറഞ്ഞത്. ആ മടിച്ചേരിയിലെ വസ്തു നമുക്ക് വിൽക്കാന്ന്. താൻ എന്താ നോക്കണേ? വാലിന്റെ 6 അടി പോരെ നീലെന്നെ നല്ല സുഖമായിട്ട് നീണ്ടു നിവർന്ന് കിടക്കാൻ? ബാക്കി മുഴുവൻ നമുക്ക് വിറ്റ് തുലയ്ക്കാവടോ. ഡീസൽ അടിച്ചോ? എങ്ങോട്ടാണാവോ? ഞാനിന്ന് വെസ്റ്റ് ജർമ്മനി വരെ പോവാ. ഇയാള് വരുന്നോ? എന്റെ സേവരെ നോക്കിക്കൊള്ളണേ.